ഹായ് കൂട്ടുകാരെ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ ന്യൂ ഇയറിന് നമുക്ക് ഒരു കേക്ക് തയ്യാറാക്കിയാലോ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവ് പാത്രങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട, കെമിക്കലുകളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം പാത്രത്തിലേക്ക് 3 മുട്ട ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററൊന്നും വേണ്ട, നമ്മുടെ വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനൊരു ലേശം വാനില എസൻസും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നു. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ സോഡാപ്പൊടിയോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് വിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ലേശം ഉപ്പിട്ട് കൊടുക്കണം, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അതിനുശേഷം 1 ഗ്ലാസ് മൈദ ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനത് ടൂട്ടി ഫ്രൂട്ടി പിള്ളേർക്ക് കടിക്കാൻ വേണ്ടി ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ലേശം മൈദപ്പൊടിക്കകത്തിട്ട് ഇളക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ലേശം നെയ്യോ എണ്ണയോ ഒഴിച്ച് അതൊന്ന് പാത്രത്തിൽ മൊത്തം ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ന്യൂ ഇയറിന് എല്ലാവരും ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹീറ്ററോ ഓവനോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും കേക്ക് ഉണ്ടാക്കാതിന് മാറി നിൽക്കരുത്. എല്ലാവരും കേക്ക് ഉണ്ടാക്കുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് വളരെ ആവശ്യമാണ് എൻ്റെ ചാനലിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ കാണുക മാത്രമല്ല എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. താങ്ക്